ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി കേസിൽ പഴുതടച്ചുള്ള അന്വേഷണത്തിന് പോലീസ് ഒരുങ്ങുകയാണല്ലോ. നേരത്തെ ഈ കൊക്കൈൻ കേസിൽ ഷൈൻ അടക്കമുള്ള പ്രതികൾ കുറ്റവിമുക്തരായിരുന്ന ആ സാഹചര്യത്തിൽ കൂടുതൽ കൂടിയാലോചനകൾ നടത്തി തന്നെയാണോ പോലീസ് ഇനി മുന്നോട്ട് നീങ്ങുക? രോഹിണി, അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ പോലീസിൻ്റെ ഒരു തീരുമാനം എന്നത്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ ശരീരത്ത് രാസലഹരിയുടെ അംശങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഈ പരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷം ഇനിയും രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ മതി എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിനുള്ളിൽ ഇപ്പം കമ്മീഷണറുടെ അധ്യക്ഷതയിൽ സാന്നിധ്യത്തിൽ യോഗം ചേരുന്നുണ്ട്. ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും അതിൽ പങ്കാളികളാവും. അത്തരത്തിലുള്ള ഒരു യോഗത്തിൽ വിശദമായി കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യലിലെയും മറ്റും മൊഴികളെല്ലാം തന്നെ തല കീറി പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാവും മുന്നോട്ടുള്ള നടപടി എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇതിനോടകം തന്നെ സാജിറിനെ കുറിച്ച് ഈ കേസിലെ ഏറ്റവും നിർണായകമായത് ഒരു അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലേക്കെല്ലാം കടന്നത് സാജിറുമായുള്ള ഇടപെടലായിരുന്നു. സാജിർ എന്ന വലിയ സിനിമാ മേഖലയിലൊക്കെ ലഹരി മരുന്നുകൾ എത്തിക്കുന്നതിലെ പ്രധാനി, ഹൈബ്രിഡ് കഞ്ചാവായാലും മറ്റ് രാസലഹരികളായാലും എത്തിക്കുന്നതിലെ പ്രധാനിയാണ് സാജിർ എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ സാജിറിനെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്, അയാളെ പിടികൂടേണ്ടതുണ്ട്. അയാൾക്കായി നടത്തിയ നിരീക്ഷണങ്ങളിലും പരിശോധനകൾക്കും എല്ലാം ഇടയിലാണ് ഷൈൻ ടോം ചാക്കോ സത്യത്തിൽ ഈ കേസിലേക്ക് പെടുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. ഈ സാജിറിനെ പിടികൂടാനുള്ള നിരീക്ഷണത്തിൽ സാജിറിൻ്റെ ഫോൺ വിവരങ്ങൾ വെച്ചുള്ള പരിശോധനയിൽ ടൗൺ ഹാൾ ജംഗ്ഷൻ സമീപത്തെ പാലത്തിന് 200 മീറ്റർ അരികിലായിട്ട് സാജിർ ഉണ്ട് എന്ന് കണ്ടെത്തി. ആ മേഖലയിലെ ഹോട്ടൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്കായി എത്തിയപ്പോഴാണ് അവിടെ ഷൈൻ താമസിക്കുന്നു എന്നറിയുന്നതും ഷൈൻ്റെ മുറിയിലേക്ക് എത്തിയതെന്നതുമാണ് വ്യക്തമാകുന്നത്. അങ്ങനെ എത്തുമ്പോഴാണ് ഷൈൻ ടോം ചാക്കോ ആ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടുന്നത്. തുടർന്നുള്ള പരിശോധനയിലും മറ്റുമാണ് സാജിറും ഇയാളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളതും ഇയാളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നത്. സിനിമാ മേഖലയിൽ പലർക്കും ലഹരി മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നതിലെ പ്രധാനി ഈ സാജിറാണ്, ഫോർട്ട് കൊച്ചിക്കാരനാണ് എന്നും വ്യക്തമാവുന്നുണ്ട്. എന്നാൽ ഇയാളുടെ ഒരു ഫോട്ടോ പോലും പോലീസിന് ഇതുവരെ ശേഖരിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വിവരം. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇയാൾ അപൂർവമായി മാത്രമാണ് കേരളത്തിൽ തങ്ങാറുള്ളതെന്നും പോലീസ് കണ്ടെത്തുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ കേസിലെ ഏറ്റവും നിർണായകമാകുക സാജിറിനെ പിടികൂടുക എന്നത് തന്നെയാണ്. സാജിറിനെ പിടികൂടുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്കുമുള്ള കുരുക്കാകും എന്ന കാര്യത്തിലും സംശയമില്ല. ഇത്തരം കാര്യങ്ങളിലൂടെ, അതായത് ഈ രാസലഹരിയുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള പരിശോധനയ്ക്കപ്പുറം ഇതുവരെ ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകളും ഒക്കെ സാമ്പത്തിക ഇടപാടുകളുടെയും മറ്റുണ്ടെങ്കിൽ അതിൽ കൂടുതലായി ഉള്ള തെളിവുകൾ കൂടി ശേഖരിച്ചുകൊണ്ട് അടുത്ത ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോവുക. ഈ കഴിഞ്ഞ ചോദ്യം ചെയ്യലിൽ തന്നെ ഷൈൻ ടോം ചാക്കോയെ കൊടുക്കാൻ കഴിഞ്ഞത് അത് ഇത്തരം നിരവധി കള്ളങ്ങൾ പറഞ്ഞെങ്കിൽ അതിനെയെല്ലാം ഖണ്ഡിക്കുന്ന തെളിവുകൾ ഈ പോലീസിൻ്റെ പക്കൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ആ രീതിയിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയിൽ എത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ വൈകാനാണ് സാധ്യത. ഇതേ സാഹചര്യത്തിൽ ഷൈൻ ടോം ചാക്കോ ഈ രാസലഹരിയുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള പരിശോധനയിൽ നെഗറ്റീവ് ഫലമാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന FIR തന്നെ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കവുമാണ് നടത്തുന്നത്. രോഹിണി.